Ethnic Health Code in Public Interest. നമസ്തേ, ഞാൻ അനന്തപുരി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിവാൻഡ്രത്തെ എമർജൻസി ഫിസിഷ്യനാണ് ഡോക്ടർ ചിത്ര ബി പിള്ളൈ. കുറച്ച് കാര്യങ്ങൾ ഈ കൊറോണ അല്ലെങ്കിൽ COVID-19 സ്പ്രെഡ് ആയ സമയത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും എല്ലാവർക്കും സംശയമുള്ള കാര്യം മാസ്കിൻ്റെതാണ്. മാസ്കിൻ്റെ കാര്യം ഒരുവിധം എല്ലാവർക്കും അറിയാം. ഒരുപാട് വീഡിയോസ് അതിനെക്കുറിച്ച് ഇറങ്ങുന്നുമുണ്ട്. ലെറ്റ് സി, നമുക്ക് മാസ്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? പെട്ടെന്ന് നമുക്കൊരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യേണ്ടി വന്നു, ആരെങ്കിലും പെട്ടെന്ന് കൊണ്ടുവന്ന് ആക്കേണ്ടി വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂട്ട ഗ്യാതറിംഗ് ഉള്ള സ്ഥലത്ത് പോകേണ്ടി വന്നു. അപ്പോൾ മാസ്ക് ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാസ്ക് ഇല്ലാത്ത അവസരത്തിൽ പരിഭ്രാന്തിപ്പെടേണ്ട. മാസ്ക് ഇല്ലെങ്കിലും ഇഫ് യു ഹാവിങ് എ കോഫ് ഓർ സ്നീസ്, നമ്മൾ ചുമയ്ക്ക് തുമ്മോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് യുവർ എൽബോ. നമുക്ക് നമ്മുടെ എൽബോയിലോട്ട് വന്ന് കവർ ചെയ്ത് സ്നീസ് അല്ലെങ്കിൽ കോഫ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ നമ്മൾ അധികം ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, കൈകളിലോട്ട് ഡയറക്റ്റ്ലി ബ്ലോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇൻ കേസ് കൈയിലോട്ട് എന്തെങ്കിലും ഡ്രോപ്ലെറ്റ് വരുന്നുണ്ടെന്ന് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സോപ്പ് ആൻഡ് വാട്ടർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കഴുകുക, അല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. ഇനി മാസ്ക് ഉപയോഗിക്കാമേത്തും അല്ലെങ്കിൽ മാസ്കിന് വേണ്ടി പകരമായി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കാര്യത്തിനും യൂസ് ചെയ്യുന്നതിന് മുമ്പും അതിന് ശേഷവും ഡിസ്പോസ് ചെയ്യാമേത്തും കൈ നന്നായിട്ട് വൃത്തിയാക്കണം എന്നുള്ള കാര്യം മറക്കരുത്. എല്ലാവർക്കും അറിയാം, 7 സ്റ്റെപ്സ് വെച്ച് 20 സെക്കൻഡെങ്കിലും വെച്ച് നമ്മൾ കൈ കഴുകണം. മാസ്ക് ഇല്ലാത്ത അവസരം നമുക്കൊരു കർച്ചീഫ് എടുക്കാം. അതായത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കർച്ചീഫ് ഉണ്ട്. പ്രത്യേകിച്ച് മെൻസ് കർച്ചീഫ്, കുറച്ചൊരു വലിയ കർച്ചീഫ്. ഓക്കെ, അങ്ങനത്തെ ഒരു സ്ക്വയർ പീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ട്രയാങ്കിൾ ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ അകത്തൊരു ടിഷ്യൂ പേപ്പർ കൂടെ വെക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ലെയർ മാസ്ക് ആണ് നമ്മുടെ WHO സജസ്റ്റ് ചെയ്യുന്നത്. 3 ലെയേഴ്സ്, അത് ക്ലോത്ത് ആകട്ടെ അതെന്തോ ആകട്ടെ, ഒരു 3 ലെയർ ഉണ്ടെങ്കിൽ ഈ കൊറോണ വൈറസിൻ്റെ മൈക്രോ ഓർഗാനിസത്തിൽ നമുക്ക് രക്ഷ പ്രാപിക്കാം. അപ്പോൾ 3 ലെയർ ആയിട്ട് നമ്മൾ അതിനെ മടക്കുകയും അതിനെ നമുക്ക് ഇങ്ങനെ എടുത്ത് കെട്ടുകയും ചെയ്യാം. അപ്പോൾ 3 ലെയർ ആയിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ഇറ്റ്സ് നോട്ട് എ വെരി എഫക്റ്റീവ് മെത്തേഡ്, അതിൻ്റെ അകത്ത് ലൂപ്പ് ഹോൾസ് ഉണ്ട്. പക്ഷേ ഇത് നമുക്കൊരു അബൌട്ട് ഒരു 70 to 80% ഒരു കവറേജും ഒരു പ്രൊട്ടക്ഷനും ആകാം ഈ ഒരു സംഭവം. നമ്മൾ എന്തുകൊണ്ടാണ് കൈകൾ ഒരുപാട് യൂസ് ചെയ്യേണ്ടാത്തത്, നമ്മൾ എന്തുകൊണ്ടാണ് എൽബോയിലോട്ട് സ്നീസ് ചെയ്യുക അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൈ നമ്മൾ ഒരുപാട് പ്രതലങ്ങളിൽ ടച്ച് ചെയ്യുന്നുണ്ട്, സർഫസുകളിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഈ കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19 മൈക്രോ ഓർഗാനിസംസ് വന്ന് റെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ സ്നീസ് ചെയ്യുമ്പോൾ, തുമ്മുമ്പോൾ, ചുമയ്ക്കുമ്പോൾ, സംസാരിക്കുമ്പം ഡ്രോപ്ലെറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന ഈ പ്രതലങ്ങളിലായിരിക്കും. സർഫസസ്, ടേബിൾ, റിസപ്ഷൻ സർഫസസ്, ഡോർ നോബ്സ്, നമ്മുടെ ഡോർ ഹാൻഡിൽസ്, നമ്മൾ പോകുന്ന സ്റ്റെയർ കേസിൻ്റെ ഒക്കെ റെയിലിങ്സ്, ലിഫ്റ്റിനകത്തുള്ള റെയിലിങ്സ്, ഡോറുകൾ, എല്ലാ സ്ഥലത്തും ഈ സർഫസസിൽ, ബാത്റൂമിലായാലും ആ സർഫസസിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ മൈക്രോ ഓർഗാനിസം റെസ്റ്റ് ചെയ്യുന്നത്. അത് എത്ര നേരത്തോളം അലൈവ് ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് സ്റ്റഡീസ് നമ്മുടെ കയ്യിലില്ല. എനിവേ ഇറ്റ്സ് അലൈവ് എന്ന് നമുക്ക് വിചാരിക്കാം ഫോർ എ ലോങ് ടൈം. അതുകൊണ്ട് നമ്മൾ ആ സർഫസസ് കോൺടാക്ട് അവോയ്ഡ് ചെയ്യണം. കോൺടാക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് വാഷ് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം. അതായത് സോപ്പ് ആൻഡ് വാട്ടർ ഹാൻഡ് വാഷ്. സാനിറ്റൈസർ ഉണ്ടെങ്കിൽ സാനിറ്റൈസർ വെച്ചിട്ട് നമുക്ക്, അതായത് മോർ ദാൻ 60% ആൽക്കഹോൾ, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഉള്ള സാനിറ്റൈസേഴ്സ് വെച്ചിട്ട് നമുക്ക് കൈകൾ വൃത്തിയാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം. എനിവേ, താങ്ക്സ് എ ലോട്ട് ഗൈസ്. എല്ലാവരും പറഞ്ഞ കണക്കിന് നോ പാനിക്, only precaution. We can make our state, our country and the world a better place. Thank you. Ethnic Health Code in Public Interest.